നമ്മുടെ ജീവിതയാത്രയിൽ ദൈവകൃപയാണ് ഏറ്റവും വലിയ ശക്തി. നമ്മളുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിലാണ് പലപ്പോഴും ദൈവശക്തി ഏറ്റവും വ്യക്തമായി വെളിപ്പെടുന്നത്. നാം ക്ഷീണിതരായി, ദുർബലരായി, നിസ്സഹായരായി ഇരിക്കുന്ന സമയങ്ങളിൽ ദൈവകൃപ ഒന്നു മാത്രമാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്. പോരാട്ടങ്ങളിൽ ദൈവം നമ്മളെ കൈവിടുന്നില്ല. പകരം നമ്മുടെ ശൂന്യതയിൽ അവൻ്റെ ശക്തി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ നമ്മളുടെ ബലഹീനതയിൽ നമ്മൾ ലജ്ജിക്കുകയോ നിരുത്സാഹപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. പകരം പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും പറയുവാൻ കഴിയും, കർത്താവേ, നിന്റെ കൃപ പെരുകട്ടെ. നമ്മുടെ സ്വന്തം കഴിവിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഒരിക്കലും പരാജയപ്പെടാത്ത കൃപയിൽ ആശ്രയിക്കാം. നമ്മുടെ ബലഹീനതയിലൂടെ പ്രവർത്തിക്കുന്ന അവൻ്റെ ശക്തിയുടെ സാക്ഷ്യമായി നമ്മുടെ ജീവിതം മാറട്ടെ. 2 കൊരിന്ത്യർ 19 അധ്യായം 2 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തെളിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.